ഇവിടെ നമ്മുടെ തോട്ടിൽ കുളിക്കാൻ വന്നതാണ്. അപ്പോൾ കാണിച്ചേ. അയ്യോ, ഇവിടുത്തെ സ്ഥലമൊക്കെ ഫുൾ ഈറ്റാ, മൊത്തം ഈറ്റാ. വേറെ സംഭവം കാണിച്ചുതരാം. എൻ്റെ കാലിൽ കാട്ടിലുള്ള പുഴു കടിച്ചിട്ടുണ്ട്. കാണിച്ചുതരാം. ഇപ്പം ഇവിടെ ഇരുന്നിട്ട് വേണം എടുക്കാനായിട്ട്. ഇവിടെ മരമൊക്കെ നടക്കുന്ന വലിയ കാടാണ്. ഇവിടെ ഞാൻ ഇരിക്കട്ടെ കേട്ടോ, ഇരുന്നിട്ട് കാണിച്ചു തരാം. കാലയിൽ പുഴു കടിച്ചിരിക്കുന്ന കാണിച്ചു തരാം. കാല് കറുത്തായതുകൊണ്ട് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല നിങ്ങൾക്ക്. ഉണ്ടോ? ഇതാണ് കാട്ടിലെ പുഴു. കാണുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടോ? കാട്ടിലെ പുഴുവാണ് അത് കടിച്ച്. ഒന്നല്ല 2 എണ്ണം കടിച്ചു കേട്ടോ കാലയിൽ. ഇതുണ്ടോ അടുത്തത്? ഇത് കടിച്ചവന്മാർ ചോര കുടിച്ചിരിക്കുക. ചോര കുടിച്ചിട്ട് ചെറുതായിരുന്നു, പക്ഷെ ഇത്രയും വണ്ണമായി. ഉണ്ടോ? അനങ്ങുന്നുണ്ടോ? കണ്ടോ ബ്ലഡ് വരുന്നു. ബ്ലഡ് എടുക്കും. അവർ പിന്നെ ആ ബ്ലഡിലേക്ക് തന്നെ പോവാണ്. ഞാൻ വെടിയിപ്പിച്ചിട്ട് ഇവിടെ വിരലിൻ്റെ ഇടയിലായിട്ട് കണ്ടോ കണ്ടോ കണ്ടോ, കാണുന്നുണ്ടല്ലോ അല്ലേ? കണ്ടോ? അത് ഞാൻ കയ്യിലെടുക്കാട്ടോ, എനിക്ക് പേടിയൊന്നുമില്ല. ഇതാണ് കാട്ടിലെ പുഴു. കണ്ടോ? കയ്യിലെടുത്ത് കേട്ടോ ഞാൻ. കാണുന്നുണ്ടോ? എന്തി ഇത് കണ്ടോ? നടക്കണേ. അതിന് പേടിക്കാനൊന്നുമില്ല. ഇവൻ വേറെ ദേഹത്തിങ്ങനെ കടിക്കുന്നുള്ളൂ. എന്തോ ആശാൻ അത് കൈ കൊണ്ട് തൊട്ട് കാണിക്കേ. നിങ്ങൾക്ക് എങ്ങനെയാവുമെന്ന് അറിയില്ല. ഞാൻ കൈ കൊണ്ട് ഏതായാലും തൊട്ട് കാണിക്കാം. കാണുന്നവർക്ക് എന്ത് ചിന്തിക്കുമെന്നറിയില്ല. 2 എണ്ണം കയറി ഇവിടുന്ന്. ഇനിയുണ്ട്. മഴ പെയ്തു ഈ ഇടയ്ക്ക് കാട്ടിലിവിടെ തോട്ടിൽ കുളിക്കാനായിട്ട്. അപ്പം സംഗതി കാല കയറിയതാണ്. വേറെ വേദനയൊന്നുമില്ല. കാണുന്നുണ്ടല്ലോ അല്ലേ? 1 2 ഇവിടെ ഒരു മുറിവുണ്ട്. ഇതിപ്പോൾ ഇവിടെ ആറ്റിലിറങ്ങിയപ്പോൾ എന്തോ കമ്പെന്തോ കൊണ്ട് മുറിഞ്ഞതാ കാലിലേക്ക്. നോക്കണേ, അവർ കാലെ കടിച്ച് തന്നെ ഇരിക്കുക. ഞാൻ കയ്യിലെടുക്കാട്ടോ, കയ്യിലെടുത്തിട്ടുണ്ട്. ഇതാണ് ആശ. ഇതാണ് നമ്മൾ അവിടെ പോയി. നട്ട് വെക്കാം. ഇവിടെ വെക്കാം ഞാൻ കേട്ടോ. 1 നട്ടെടുക്കട്ടെ. 2 ഉണ്ടോ? ഇതാണ് ഭീകരന്മാർ. ഇതേ ഓർമ്മ ഇരിക്കണം. അവർ നോക്കി കണക്ക് എവിടെ കടിക്കേണ്ടതെന്ന്. ഇവിടെ താഴെ ചാടി ഒരെണ്ണം പോയി. അപ്പോൾ ഇലയുടെ ഇടയിൽ കാണും. ഇവിടെ ചാടിപ്പോയി ആശാൻ. ഇപ്പോൾ എന്നറിയില്ല. ഒരെണ്ണം അവിടെ തടിയിൽ ഇവിടെ ഉണ്ടോ വരുന്നുണ്ടോ? ഞാൻ കൊന്നില്ല അതിനെ, തട്ടിക്കളഞ്ഞില്ല. കൊന്നുകളേണ്ടായിരുന്നു, കൊന്നില്ല. എൻ്റെ കാലുണ്ടോ ബ്ലഡ് വരുന്നുണ്ടോ? ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു അരമണിക്കൂർ, ഒരു 10 മിനിറ്റ് നേരത്തിന് ബ്ലഡ് വരുള്ളൂ. പിന്നെ അത് മൂടിപ്പോക്കോളൂ. ഇത്രയും വലിയ മുറിവാണ് അത് കടിച്ചിട്ടുണ്ടെങ്കിൽ. ഉണ്ടോ? കറക്റ്റ് നമ്മുടെ ഞരമ്പൊക്കെ നോക്കിയാൽ കടിക്കുള്ളൂ അത്. ഇവിടെ ഞരമ്പുണ്ടല്ലോ, വേറെ ഒരു ഭാഗത്തും കടിക്കില്ല. പിന്നെ ഇവിടെ ഞരമ്പുണ്ടല്ലോ, ഇതുണ്ടോ കടിച്ചിരിക്കുന്നത്. ഇതാണ് കാട്ടിലെ പുഴു. പുറത്തുള്ള ആൾക്കാർ എന്തോ പറയുമെന്നറിയില്ല. ഉണ്ടോ? ഇത് ഇവിടെ ഒരു ഞരമ്പ് കാണും. അതാണ് അവൻ ഞരമ്പിൻ്റെ കറക്റ്റ് സ്ഥലത്ത് കടിച്ചിരിക്കുന്നത്. ഇതും ബ്ലഡ് വന്നുണ്ടോ കുറേശ്ശെ. ഇതുണ്ടോ? അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വേറൊന്നും കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടെ ഇരുന്നപ്പം. കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ? ഇലയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല നിങ്ങൾ. എൻ്റെ ക്യാമറ അത്ര ശരിയല്ല അതുകൊണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. ഇതുണ്ടോ ഇലയിൽ? അയ്യോ, അത് താഴെപ്പോയി. ഇവിടെ ഉണ്ട്. ഉണ്ടോ? നടന്നോണുണ്ടോ?
അതിലേ കൂടെ. ക്യാമറ ക്ലിയർ അല്ല, അതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ നടന്നുകൊണ്ടോ. ഇവൻ ഇത്രയും ചെറുതാണ്, പക്ഷെ ബ്ലഡ് കുടിക്കുമ്പോഴേക്ക് നമ്മുടെ കാലെ കയറി താഴെ കാലെ കയറി ചോര കുടിക്കുമ്പോഴേക്ക് അത്യാവശ്യം വലുതാവും. ഞാൻ ആദ്യം കാണിച്ച പോലെ. ഇപ്പം ഇത്രയും ചെറുതാണ്, പക്ഷെ നമ്മുടെ കാലെ കയറി ചോര കുടിക്കുമ്പോൾ അത്യാവശ്യം വലുതാവുന്നതാണ് ഇതിൻ്റെ പരിപാടി. താഴെ പോയി. ഇതൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഇല മാറ്റിയാൽ നോക്കിയാൽ, ഞാനിപ്പം ഇപ്പോൾ പുഴയുടെ സൈഡിലാണ് ഇരിക്കുന്നത്. ഇല മാറ്റി നോക്കിയാൽ കാണും ഇമാര് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കാട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. ഉപ്പൊക്കെ കാലത്ത് വെച്ച് വന്നാൽ ഇത് കാല കയറൂല. ഇങ്ങനെ കടിച്ച് കാട്ടിലൊക്കെ പോകുന്നവർ ഉപ്പൊക്കെ കാലത്ത് വെച്ചിട്ടാണ് വരുന്നത്. ഉപ്പ് കുഴച്ച് കാലത്തേക്ക്. അപ്പം ഇങ്ങനെ കടിക്കൂല, ബ്ലഡ് കടിക്കൂല. അപ്പോൾ ഓക്കെ, കാണിച്ചു തരാം സ്ഥലങ്ങളൊക്കെ. നമ്മുടെ ഏരിയ. അപ്പോൾ ഓക്കെ, ബൈ.